അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടെ പോകുമ്പോൾ തൃശ്ശൂർ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നുള്ള ചില വാർത്തകളാണ്. ഈ ജയിലിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ റാഗിംഗ് ഉണ്ടാവില്ലേ, അതുപോലെ ജയിലിൽ പുതിയ തടവുകാരൊക്കെ വരുമ്പോൾ നടയടി ഉണ്ടാവുമെന്നാണ് കേട്ടത്. അതെ, അപ്പോൾ ഈ ജയിലിൽ ജീവനക്കാർ മർദ്ദിച്ചെന്ന പരാതിക്ക് പിന്നാലെ നിരാഹാര സമരത്തിലാണ് തടവുകാരൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മാവോയിസ്റ്റ് തടവുകാരനായ തൃശ്ശൂർ സ്വദേശി മനോജാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ സമരം നടത്തുന്നത്. മനോജിനെയും തമിഴ്നാട് സ്വദേശി അസറുദ്ദീനെയും ക്രൂരമായി മർദ്ദിച്ച് നിയമവിരുദ്ധമായി വിയൂർ ജയിലിൽ നിന്ന് മാറ്റിയെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ അസ്ഹറുദ്ദീൻ, മനോജ് എന്നീ 2 തടവുകാർ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ആക്രമിച്ചതായി വാർത്ത വന്നത്. എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ പുറത്തുവിട്ട വിവരം അടിസ്ഥാനരഹിതമെന്നാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ആരോപിക്കുന്നത്. വാർഡന്റെ നേതൃത്വത്തിൽ അസ്ഹറുദ്ദീനെയും മനോജിനെയും ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്നും നിയമവിരുദ്ധമായി തൃശൂരിൽ നിന്ന് മാറ്റിയെന്നുമാണ് ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മനോജ് കഴിഞ്ഞ 4 ദിവസമായി നിരാഹാര സമരത്തിലാണ്. മനോജ് പറഞ്ഞ കാര്യം, ഈ പറയുന്ന അസറുദ്ദീൻ എന്ന് പറഞ്ഞ തടവുകാരനെ ഏറ്റവും പരുഷമായ രീതിയിൽ മതവും അതേപോലെ തന്നെ അയാളുടെ മറ്റു കാര്യങ്ങളിലും കൂട്ടിക്കലർത്തി ഇയാൾ തെറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനോട് അങ്ങനെ ഇടപെടാതെ, അയാളൊരു തടവുകാരനായിരിക്കും, പക്ഷെ ഒരു മിനിമം ഡിഗ്നിറ്റി നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മുഴുവൻ പ്രകോപനങ്ങളും ആരംഭിച്ചത്. പിന്നീട് ഈ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ രാത്രി ഒരു 4 മണിക്കൂർ സെല്ലിലിട്ട് അതിക്രൂരമായി അവർ പീഡിപ്പിക്കുകയുണ്ടായി. മനോജിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും അസ്ഹറുദ്ദീനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുമാണ് മാറ്റിയത്. പുലർച്ചയോടുകൂടി മർദ്ദനമേറ്റ് അവശരായ 2 തടവുകാരെയും ബലം പ്രയോഗിച്ച് തൃശ്ശൂരിൽ നിന്ന് മാറ്റിയെന്നാണ് പരാതി. കോടതി എനിക്ക് ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയി മനോജിനെ കാണാനുള്ള അനുവാദം തന്നു. ഞാനിപ്പോൾ മനോജിനെ കണ്ടിട്ടാണ് വരുന്നത്. ഒരു മനുഷ്യന് ഏൽക്കാൻ പറ്റുന്ന പീഡനത്തിൻ്റെ പരമാവധി ഏറ്റ ഒരു ശരീരമാണ് ആ സെൽ റൂമിൽ ഞാനിന്ന് കണ്ടത്. വലത് കണ്ണ് മുഴുവൻ വീങ്ങിയിരിക്കുകയാണ്, അടികൊണ്ട് വീങ്ങിയിരിക്കുകയാണ്. ശരീരത്തിൻ്റെ പല ഭാഗത്ത് പരുക്കുകളാണ്. അസ്ഹറുദ്ദീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ചികിത്സ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ജയിലിനുള്ളിലെ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും കാരണക്കാരായ ജീവനക്കാരുടെ പേരിൽ ക്രിമിനൽ നിയമ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സഫാൻ VP തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സഫാൻ, മനോജിനും സഹതടവുകാരൻ അസറുദ്ദീനും ക്രൂരമായ മർദ്ദനമേറ്റിട്ടും അവരെ അവിടെ ജയിലിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത് എന്നതിനപ്പുറത്തേക്ക് ഈ മർദ്ദിച്ച ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ജയിലധികൃതർ തയ്യാറായിട്ടില്ലേ? എന്താണ് മനോജ് പറയുന്നത്? ജിൽസി, ഈ വിയൂർ സെൻട്രൽ ജയിലിൽ അതിസുരക്ഷാ ജയിലിൽ 4 ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദ്യ വാർത്ത വരുന്നത്. ആദ്യ വാർത്തയിൽ ഈ ജയിൽ വാർഡനെ 2 തടവുകാർ മർദ്ദിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന നടത്തിയ അന്വേഷണത്തിലാണ് അവർ പറയുന്നതനുസരിച്ച് ഈ മനോജിനെയും അസ്ഹറുദ്ദീനെയും ഈ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും അന്നേ ദിവസം തന്നെ രാത്രി ഈ അനധികൃതമായി നിയമവിരുദ്ധമായി ജയിലിൽ നിന്നും മാറ്റി എന്നാണ് പരാതി. ഇവർ പറയുന്നതനുസരിച്ച് ഇവർ മനോജിൽ നിന്നും സഹതടവുകാരിൽ നിന്നും വിവരമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ഇന്നലെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്, തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്കാണ് മനോജിനെ മാറ്റിയിരുന്നത്. അവിടെ നിന്ന് ചികിത്സക്കായി ഈ മനോജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ ഭാരവാഹികൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മനോജിനെ പോയി കാണുകയും വിവരം ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അവരുടെ പറയുന്നതനുസരിച്ച് ഈ മനോജും അസ്ഹറുദ്ദീൻ NIA വിചാരണ തടവുകാരനാണ്, മനോജ് മാവോയിസ്റ്റ് തടവുകാരനാണ്. ഈ അസ്ഹറുദ്ദീനെ ഈ ഒരു ജയിൽ വാർഡൻ മതം പറഞ്ഞ് വിദ്വേഷപരമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു മാന്യമായി സംസാരിക്കണം, പേരെടുത്ത്
സംസാരിക്കണം എന്ന് പറയണം, മിനിമം ഡിഗ്നിറ്റി ഞങ്ങൾ തടവുകാർക്ക് നൽകണം എന്നൊരാവശ്യം മനോജ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ ക്രൂരമായി മർദ്ദിച്ച് അന്നേ ദിവസം തന്നെ ഈ രീതിയിലേക്ക് അസ്ഹറുദ്ദീനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കും മനോജിനെ തിരുവനന്തപുരത്തേക്ക് ജയിലിലേക്കും മാറ്റി എന്നുള്ളതാണ് ആരോപണം. സഹതടവുകാരോട് ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ആദ്യം ജയിൽ അധികൃതർ പുറത്തുവിട്ട വാർത്ത കൃത്യമായ തെറ്റാണെന്ന് തന്നെയാണ് ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത് ഈ ജയിൽ വാർഡനെ മർദ്ദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ 2 പേരെ സ്ഥലം മാറ്റി എന്നുള്ള വിവരങ്ങളും വാർത്തകളുമാണ് വിയ്യൂർ ജയിൽ അധികൃതർ പുറത്തുവിട്ടത്. എന്നാൽ ഇത് തെറ്റാണെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ അടക്കം നിരാഹാര സമരം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ മനോജ് ഇത്തരത്തിൽ നിരാഹാരം നടത്തുന്നത്. മനോജിൻ്റെ ആവശ്യം തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ, കേസ് എടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മനോജ് നിരാഹാരം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ഇപ്പോൾ DGPക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ അസ്ഹറുദ്ദീനും ക്രൂരമായി മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. അദ്ദേഹത്തെ ചികിത്സിക്കണമെന്ന്, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടും ജയിൽ അധികൃതർ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ഭാരവാഹികൾ പറയുന്നുണ്ട്. നിലവിൽ മനോജിനെ മാത്രമാണ് കോടതിയുടെ അംഗീകാരപ്രകാരം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മനോജിനെ മാത്രമാണ് ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ഭാരവാഹികൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അസ്ഹറുദ്ദീൻ്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ചും അസ്ഹറുദ്ദീൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇവർ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. 4 ദിവസമായി ഇപ്പോൾ മനോജ് പോലീസ് കസ്റ്റഡിയിലേക്ക് നിരാഹാര സമരത്തിലാണ്. NIA ഈ മനോജിനെ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടും ചികിത്സയിലാണെന്ന കാരണത്താൽ ഹാജരാക്കാൻ കഴിയുന്നുള്ള വിശദീകരണമാണ് ജയിൽ അധികൃതർ പറയുന്നത്. നമുക്ക് ബൈക്ക് തന്ന മനോജ് ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സിൻ്റെ സൈഫുദ്ദീൻ. ശരി സഫ്വാൻ, എന്തായാലും സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ളത് ഈ പീഡനം പോലെയുള്ള ക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പ്രതിയായ ആളുകൾ ജയിലിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു നടപടി ഇത് നമ്മൾ പറഞ്ഞതിലും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം വലിയ ജാതിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മർദ്ദനമാണ് അവിടെ നടന്നത്. പേര് പറഞ്ഞ അഭിസംബോധനയും എന്നാണ്ട് പറഞ്ഞതിനാണ് ഈ ക്രൂരമായ പീഡനം കണ്ണൊക്കെ ആകെ തകർന്നു കിടക്കുന്നത്. മാത്രമല്ല ജയിലിൽ നിന്ന് പകുതി വാർത്തകളും പുറത്തേക്ക് വരില്ല എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇക്കാര്യത്തിലൊരു സമഗ്രമായ അന്വേഷണവും ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.